Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. ശബരിമലയിലെ തിരക്കു നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഒരുക്കങ്ങൾ 6 മാസം മുൻപേ തുടങ്ങേണ്ടതായിരുന്നില്ലേ എന്നും കുറ്റപ്പെടുത്തിയ കോടതി ക്രമീകരണങ്ങൾ ശാസ്ത്രീയമാക്കണമെന്നും നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തീർത്ഥാടന കാലവും സർക്കാരും ദേവസ്വം ബോർഡും അവതാളത്തിലാക്കിയെന്ന വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മുമ്പൊന്നും കാണാത്ത തിരക്കാണ് ഇത്തവണ മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസം മുതൽ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. 10-15 മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു. എന്നിട്ടും ദർശനം നടത്താനാകാതെ മടങ്ങേണ്ടി വരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം വൻ ദുരന്തം ഒഴിവായി എന്നതിന് നിലവിലെ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാക്കുകൾ തന്നെയാണ് സാക്ഷ്യം. ഗൗരവം കണക്കിലെടുത്ത ജസ്റ്റിസ് എ രാജാവിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് സ്വമേധയാണ് വിഷയത്തിൽ ഇടപെട്ടത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇരിക്കാൻ പോലും കഴിയാതെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഭക്തർ നരകയാതനയുടെ കരിമല കയറിയതിൽ നിശിത വിമർശനവും ഏകോപനത്തിലെ വീഴ്ചയിൽ ചോദ്യങ്ങളും നീതിന്യായ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി മുന്നൊരുക്കങ്ങൾ 6 മാസം മുമ്പെങ്കിലും തുടങ്ങേണ്ടതായിരുന്നുവെന്നും വിലയിരുത്തി. ശബരിമലയിലെത്തുന്നവർ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരുന്നത് അനുവദിക്കാനാകില്ലെന്ന് കടുപ്പിച്ചു പറഞ്ഞ കോടതി പ്രശ്നപരിഹാരത്തിന് വേണ്ട നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. പിന്നാലെ കോടതി നിരീക്ഷണങ്ങൾ അംഗീകരിക്കുന്നുവെന്നും പോരായ്മകൾ പരിഹരിക്കുമെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും തിരക്ക് നിയന്ത്രണ വിധേയമായെന്നും ഇനി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് ADGP S ശ്രീജിത്തും നൽകിയ പുതിയ ഉറപ്പ്. ഇന്നലെ അവിടെ സംഭവിച്ചത് അഭൂതപൂർവമായ തിരക്ക് വന്നു. പോരായ്മകളുണ്ട്, അവിടെ പോരായ്മകളുണ്ട്. ഏകോപനമാണ് എന്റെ പ്രധാന ജോലി. ഏകോപനം നടത്തും. ഇന്ന് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ഇന്നലെയും യഥാർത്ഥത്തിൽ നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കുറെ ആളുകൾ കയറി വന്നതുകൊണ്ടുള്ള ഒരു താൽക്കാലികമായ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുന്നൊരുക്കം പാളിയെന്ന ദേവസ്വം ബോർഡിന്റെ ഏറ്റുപറച്ചിലിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രതിപക്ഷം. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചവർ മണ്ഡലകാലം വികലമാക്കിയെന്ന രാഷ്ട്രീയ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുൾപ്പെടെ വീഴ്ചയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. നേതാക്കളുടെ സംഘം ശബരിമല സന്ദർശിക്കുമെന്നാണ് BJPയുടെ പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട 1 കോടി വിശ്വാസികളുടെ ഒപ്പ് ശേഖരിക്കുമെന്നും BJP നേതാവ് PK കൃഷ്ണദാസ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ, അവര് ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റിയവിടെ. സത്യത്തിൽ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത്. ശബരിമലയെ ചൊല്ലി വീണ്ടും വിവാദങ്ങളും. കഠിന വിമർശനമോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, ഇന്നലെ തീർത്ഥാടന കാലം തുടങ്ങുമ്പോൾ ഉണ്ടായ തിരക്ക് അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ കോടതി വളരെ വേഗം ഇടപെടുകയും ചില ചോദ്യങ്ങൾ ദേവസ്വം ബോർഡിനോട് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഠിന വിമർശനമാണോ? കോടതി പറയേണ്ട സാഹചര്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം വിഷയം. ഇന്നലെ മല കയറുന്നതിനിടയിൽ മരിച്ചുപോയ ഒരു സ്ത്രീ, കൊയിലാണ്ടി സ്വദേശി സതി, അതാണ് ഇന്ന് ശബരിമലയിലെ ആദ്യത്തെ കാഷ്വാലിറ്റി ആയിട്ട് ശബരിമലയിൽ സംഭവിച്ചത്. മല കയറുന്നതിനിടെ ഇടയ്ക്കുണ്ടായ അപകടമാണ്. ശബരിമലയിൽ അങ്ങനെ ഒരു തീർത്ഥാടകൻ മരിച്ചാൽ 30,000 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുക. അതിന് കേരളത്തിന് പുറത്തുള്ള ആളെങ്കിൽ 1 ലക്ഷം രൂപ വരെ അവരെ ബോഡി വീട്ടിലെത്തിക്കാനായിട്ടൊക്കെ കൊടുക്കും. ഈ സ്ത്രീക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഈ ബോഡി നേരെ പമ്പയിലെത്തിക്കുന്നു. പമ്പയിലെത്തിച്ച ശേഷം അവിടുന്ന് നേരെ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകോളാൻ പറയുന്നു. സർക്കാർ ആംബുലൻസ് തന്നെയാണ് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ പത്തനംതിട്ട ജില്ലാ സംവിധാനത്തിൽ ആശുപത്രി ഉദ്യോഗസ്ഥർ കൈ മലർത്തുകയാണ്. അത് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ അറിയില്ല. അപ്പോൾ തന്നെ CPM ജില്ലാ സെക്രട്ടറി വിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് ഇടപെടാമെന്ന് പറയുന്നു. കാത്തിരിക്കുന്നു. അവസാനം സ്വന്തം നിലയ്ക്ക് ആംബുലൻസും ഫ്രീസറും ഏർപ്പാടാക്കി ഈ മരിച്ച സതിയുടെ ബന്ധുക്കൾ മൃതദേഹം കൊയിലാണ്ടിലേക്ക് കൊണ്ടുപോയി. ശബരിമലയിൽ ഇന്നലെ നടന്ന സംഭവമാണ്. ഇപ്രാവശ്യമാണല്ലോ ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് വലിയ ഇൻഷുറൻസ് പദ്ധതി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയത്. എന്നിട്ട് സംഭവിച്ച കാര്യമാണ്. സ്വന്തം നിലയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആംബുലൻസിലും ഫ്രീസറും സംഘടിപ്പിച്ച് അവർ ആ ബോഡി കൊണ്ടുപോയി. ഒന്ന്. രണ്ടാമത്തെ സംഭവം, ശബരിമലയിൽ ഇന്നലെ തന്നെ ഒരു കണമലയിൽ ഒരു അപകടമുണ്ടായി. ഒരു ബസ് മറിഞ്ഞ് നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റു. പുറത്തുനിന്ന് വന്ന വണ്ടിയാണ്. കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 5 അപകടങ്ങളുണ്ടായി. ഈ കണമലയിലെ അപകടമുണ്ടായപ്പോൾ ഈ ബസ് പൊക്കിയെടുക്കാൻ ക്രെയിൻ കൊണ്ടുവരുന്നതിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടായി എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. എന്താണ് കാര്യമെന്നറിയാമോ? MVD ഉദ്യോഗസ്ഥരുടെ ആ വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു സേഫ് സോൺ പദ്ധതിയുണ്ട്. എത്രയോ കാലമായി ശബരിമലയിൽ നടക്കുന്നതാണ്. ശബരിമലയിലേക്കുള്ള വഴികൾ മുഴുവൻ സുരക്ഷിതമാക്കുക,
ഈ വാഹന ഗതാഗതം സുഗമമാക്കുക, എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സഹായിക്കുക. ഇപ്പോൾ വണ്ടി പഞ്ചറായി അപ്പോൾ തന്നെ മെക്കാനിക്കലുമായിട്ട് അവിടെ പറന്നെത്തി ആ വണ്ടി നന്നാക്കുക. ഇങ്ങനെയുള്ള വിപുലമായ സംവിധാനമാണുള്ളത്. ഇത്തവണയും ഈ സേഫ് സോൺ പദ്ധതിക്കായിട്ട് കൺട്രോൾ റൂമുകളും തുറന്നതാണ്. കൺട്രോൾ റൂം 3 എരുമേലി, ഇലവുങ്കൽ, കുട്ടിക്കാനം, ഈ 3 175 ഉദ്യോഗസ്ഥർ, 40-ലധികം വാഹനങ്ങൾ. ഇത്രയും വലിയ സംവിധാനമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? ഒരൊറ്റ വണ്ടി ചലിക്കുന്നില്ല, ഡീസലില്ല. ഈ 40 വണ്ടികളും കട്ടപ്പുറത്താണ് ഇന്ന് വൈകുന്നേരം വരെ. ഒരൊറ്റ വാഹനത്തിന് പണം കൊടുത്തിട്ടില്ല ഡീസൽ അടിക്കാൻ. എന്തിന്? ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണം കൊടുത്തിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ, അതായത് പോലീസ് മെസ്സുണ്ട് ഈ 3 സ്ഥലത്തും. ഈ പോലീസ് മെസ്സിൽ പണം അടച്ചാലേ MVD ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ 120 ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും പോസ്റ്റ് ചെയ്തെങ്കിലും അവരാരും അവിടെ പോയി ജോയിൻ ചെയ്തിട്ടില്ല. നിശ്ചലമാണ് സ്ഥിതി. ഇത് റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് ഈ പണം കൊടുക്കേണ്ടത്, അലോട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് 1,25,000 രൂപ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അലോട്ട് ചെയ്തു. കുറച്ച് പണം ഇപ്പോൾ ഇന്ന് കുറച്ചു നേരം മുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഡീസലിനുള്ള പൈസ വന്നിട്ടില്ല. ദേവസ്വം ബോർഡിന് അഭ്യർത്ഥിച്ചു തോന്നുന്നു. ദേവസ്വം ബോർഡിനോടൊക്കെ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കണേ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ശബരിമലയിലെ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ശബരിമലയിലെ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുള്ളതിൻ്റെ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ശവശരീരം വീട്ടിലെത്തിക്കുന്നത് ഇത്രയും കാലം മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്നത് അതുണ്ടായില്ല. MVD 140-175 ഉദ്യോഗസ്ഥരും 10-40 വാഹനങ്ങളുമായി ശബരിമലയുടെ ചുറ്റുവട്ടുമുള്ള വാഹന ഗതാഗതം സുഗമമാക്കേണ്ടവർക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതെ വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. ഇത് 1.5 കോടി രൂപയാണ്, 50 ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് തൽക്കാലം കൊടുക്കേണ്ടത്. ഈ പണം എന്താ കൊടുക്കാത്തത്? എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ആംബുലൻസിൽ നിങ്ങൾക്ക് കൊയിലാണ്ടി വരെ എത്തിക്കാൻ പറ്റാത്തത്? അടിസ്ഥാനപരമായ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശബരിമല സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ ആ ശവശരീരം എത്തിക്കുന്നതിൽ ഒരു ഏകോപനക്കുറവുണ്ടായി തുടക്കമല്ലേ എന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിക്കാം. പക്ഷേ MVDയുടെ സേഫ്റ്റി സോൺ പദ്ധതി എങ്ങനെയാണ് അവതാളത്തിലാകുന്നത്? 1.5 കോടി രൂപ എന്തുകൊണ്ടാണ് അലോട്ട് ചെയ്യാത്തത്? എങ്ങനെയാണ് MVD വാഹനങ്ങൾ പെട്രോൾ അടിക്കാൻ പോലും വകുപ്പില്ലാതെ കിടക്കുന്നത്? നമ്മൾ ശബരിമല എത്തിയിട്ടില്ല. ശബരിമലയുടെ പരിസരങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശബരിമലയിലേക്ക് വരാം. ശബരിമലയിൽ സാധാരണഗതിയിൽ 10,000-70,000 ആളുകൾ തുടക്ക ദിവസങ്ങളിൽ വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് ശരിയാണ്. 50,000, 60,000 ഒക്കെ വരികയുള്ളൂ. ഇത്തവണ വലിയ രീതിയിൽ ആൾ വന്നു. അത് മുൻകൂട്ടി കാണാനായില്ല. ശബരിമലയിൽ അയ്യപ്പ സംഗമമൊക്കെ നടത്തി ശബരിമലയെ ലോകപ്രശസ്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ശേഷം നടക്കുന്ന മണ്ഡലകാലമാണ്. എന്താ ആൾ വരില്ലെന്ന് വിചാരിച്ചോ? അതല്ലെങ്കിൽ തന്നെ സ്വർണ്ണക്കൊള്ളയും ദ്വാരപാലക ശില്പ അടിച്ചുമാറ്റലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തന്നെ വേൾഡ് വിജയിച്ചോ? അപ്പോൾ ഈ അയ്യപ്പ സംഗമം വിജയിച്ചോ? അയ്യപ്പ സംഘം പിന്നല്ലാതെ വിജയിച്ചു. ആളുകൂടി അതിന്റെ തർക്കം എന്താ? അയ്യപ്പ സംഗമം കൊണ്ടും ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം കൊണ്ടും ലോകപ്രശസ്തമായ ശബരിമലയിലേക്ക് ആളുകൂടികൾ അത് പ്രതീക്ഷിക്കണം. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ പോട്ടെ, അതും ഒരു തൽക്കാലത്തേക്ക് ഒരു സംവിധാനം നമ്മളത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ശബരിമലയിലേക്ക് ആൾ കൂടുന്നു. ഒരു ദിവസം പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ 11 മണിയാകുമ്പോഴേക്കും ശബരിമല സന്നിധാനത്തിന് മുകളിൽ ഒരു 70,000 പേര് പൊട്ടിമുളയ്ക്കുന്നതല്ലോ. 2 ദിവസമായി ശബരിമലയിലെ ഇന്നലെ അല്ല ശബരിമലയിൽ മണ്ഡലകാല ദർശനം തുടങ്ങിയത് 16-ാം തീയതിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 19-നാണ്. 16 വൈകുന്നേരം, 17 വൈകുന്നേരം, 18 വൈകുന്നേരം, 19 വൈകുന്നേരം, 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ 16-ാം തീയതി മുതൽ ആൾ കൂടുന്നത് കണ്ടിരുന്നു. ഇന്നലെ ആകുമ്പോഴേക്കും അതിന് തലേ ദിവസം പോലും ഭക്തർക്ക് ദർശനം നടത്താതെ അവരവിടെ തിരിച്ചു പോകുന്നതും കറങ്ങി നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ ശബരിമലയിലേക്ക് കയറി വരുന്ന വാഹനങ്ങളുടെ എണ്ണം എടുത്താൽ എനിക്ക് ഓർമ്മയുണ്ട് 2 വർഷം മുമ്പ് ശബരിമലയിലേക്കുള്ള വഴികളിൽ വാഹനങ്ങൾ പല സ്ഥലത്തായിട്ട് ബ്ലോക്ക് ചെയ്ത ഒരു സമയം ഓർക്കുന്നുണ്ട്. അത് ആൾ വല്ലാതെ കൂടിയതുകൊണ്ട് കണക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ്. ശബരിമലയിലേക്ക് എത്ര വാഹനങ്ങൾ, എത്ര ഭക്തർ, 1 മണിക്കൂറിൽ എത്ര പേർ ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാനുള്ളൊരു സംവിധാനമുണ്ട്. അതിനാണ് ഈ പിൽഗ്രിമേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് അറിയാത്തൊരു സംവിധാനമോ അത് നടത്താത്ത ഒരു സ്ഥലമോ അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരളത്തിലെ പോലീസിംഗ് സംവിധാനവും. ഇത് നേരത്തെ അറിയാമെന്നേ, പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല. 16-ാം തീയതി വൈകുന്നേരം മുതൽ ജനത്തിരക്ക് പതുക്കെ കൂടുന്നുണ്ടായിരുന്നു. 17-ാം തീയതി കൂടി തുടങ്ങി. 18 ആകുമ്പോഴേക്കും 11 മണി കഴിയുമ്പോഴേക്കും വല്ലാതെ തിരക്ക് കൂടുന്നു. നമ്മളൊരു 1 മണി കഴിയുമ്പോഴാണ് ജനം ഇങ്ങനെ ഒരു തിരമാല പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലിയുന്ന ദൃശ്യങ്ങൾ കണ്ട് ടെലിവിഷൻ സ്ക്രീനിൽ നമ്മൾ കണ്ട് PC-കാരെ നമ്മൾ ഞെട്ടുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത്, എന്താണ് സ്ഥിതി എന്നുള്ളത്. ഇത് മുൻകൂട്ടി കാണാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ MVD സംവിധാനങ്ങൾ മുതൽ നിങ്ങളുടെ അടിസ്ഥാനപരമായി വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പരസ്യമായി സംബന്ധിച്ച വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. തിരക്ക് നിയന്ത്രണ വിധേയമായെന്ന് അദ്ദേഹം നിയന്ത്രണ വിധേയമല്ലായിരുന്നു, അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവിടുത്തെ ശൗചാലയങ്ങൾ ശുചീകരിക്കാൻ 350 ആളുകളെ വേണം. 100 പേരെ എടുത്തുള്ളൂ. 200 പേരെ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്നലെ K. ജയകുമാർ പറഞ്ഞ ബൈറ്റ. വെള്ളം വിതരണം ചെയ്യാൻ ആളുണ്ടായിരുന്നു, അതിലും 100 പേരുടെ കുറവുണ്ട്. ദേവസ്വം ബസ് 21-ാം തീയതിയെ തുടങ്ങൂ. ഇതും ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിൽ വെച്ച് പറഞ്ഞതാ.
ഇത് ഔദ്യോഗികമായി സമ്മതിച്ച കാര്യമാണെന്ന് ഓർക്കണം, അനൗദ്യോഗികമായി പറഞ്ഞ കാര്യമല്ല. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് പമ്പയിൽ നമുക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, നിലയ്ക്കൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ അറിവിലേക്കായി അറിഞ്ഞുകൂടാത്തവർക്ക് ശബരിമലയിൽ വെർച്വൽ ബുക്കിംഗ് ഉണ്ട്. വെർച്വൽ ബുക്കിങ്ങിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഡേറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ അവിടെ വരുന്നവർക്ക് അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് കയറിപ്പോകാമെന്നാണ് സ്പോട്ട് ബുക്കിംഗ്. ഈ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ തവണ 10,000 ആയിരുന്നു, ഇത്തവണ 20,000 ആക്കി. ജനം ആർത്തിലച്ച് വരുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് നടക്കുന്ന സ്ഥലം പമ്പയാണ്. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് നടക്കുന്നതോടുകൂടി വന്ന ആളുകളെല്ലാം കൂടി അവിടെ ഇറയ്ക്കുന്നു. പമ്പയിൽ ആളുകളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ സംഭവിച്ചത്, പമ്പയിൽ ആളുകളെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആളുകൾ സ്വന്തം നിലയ്ക്ക് നടക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് 5,000, 6,000, 7,000 ആൾ വന്നാൽ അവരെ തടയാനൊന്നും പറ്റില്ല. അവർ കയറി തുടങ്ങി. അവർ കയറി മരക്കൂട്ടത്തിനവിടെയൊക്കെ വലിയ തിരക്കായിരുന്നു. അവിടെ നിന്ന് മുകളിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ശബരിമലയിലെ വേറൊരു പാരലൽ വഴിയുണ്ട്. പലരും പല വഴികളിലൂടെ ശബരിമലയിലെ 18-ാം പടിയുടെ താഴെ എത്തി. അപ്പോഴാണ് ഇത്രയും വലിയ തിരക്കുണ്ടായത്. പമ്പയിൽ നിങ്ങൾ സ്പോട്ട് ബുക്കിംഗ് നടത്തിയതാണ് അബദ്ധം. നിലയ്ക്കൽ പോലും പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ പമ്പയിൽ നിന്ന് കുറേ ദൂരെയാണ് നിലയ്ക്കൽ. നിലയ്ക്കലിലേക്ക് കയറുന്നതിന് മുമ്പ് പലപ്പോഴും തടയാറുണ്ട്, നിലയ്ക്കലിലെങ്കിലും തടയാറുണ്ട്. ഇത്തവണ നിലയ്ക്കലിന് മുമ്പ് തടഞ്ഞില്ല, നിലയ്ക്കലിൽ തടഞ്ഞില്ല, പമ്പയിലെത്തുമ്പോഴേക്കും തടയാനുള്ള എല്ലാ സാഹചര്യവും കഴിഞ്ഞു പോയിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തിരക്ക് പെട്ടെന്നുണ്ടായാൽ അത് നിയന്ത്രിക്കുന്ന കാര്യം വലിയ പാടാണ്. പക്ഷേ 16-ാം തീയതി വൈകുന്നേരം മുതൽ 17-ാം തീയതി മുതൽ ഇതിൻ്റെ എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. ആ സൂചന ഉണ്ടായിട്ടും ഈ കാര്യങ്ങൾ നേരാവണ്ണം നടപ്പിലാക്കാനായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ മണ്ഡലകാലത്ത് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കുമ്പോൾ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഇമേജാണ്. ആ ഇമേജ് കൊണ്ട് സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ പാപഭാരങ്ങളും ഒഴുകിപ്പോകട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് കെ ജയകുമാറിനെ വെച്ചത്. ഇപ്പോൾ പറയുന്നത് എന്താ? കെ ജയകുമാറിന് അനുഭവ പരിചയക്കുറവുണ്ടെന്നാണ്. അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യൻ, അദ്ദേഹം വന്നതല്ലേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ ശരിയാക്കി. ഇത് രണ്ടുകൂടെ എങ്ങനെയാണ് ശരിയാവുക? ഇത് ദേവസ്വം ബോർഡല്ല, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെങ്കിലും തുടർച്ചയാണല്ലോ. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉത്തരവ് ഒപ്പിടുന്ന ആളാണ്, നടത്തുന്നത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്, ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംവിധാനമാണ്, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കുഴപ്പങ്ങളും ചെയ്യുന്നതാണല്ലോ. ഈ ഉദ്യോഗസ്ഥർ അവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. അതോ ഈ പഴയ ദേവസ്വം ബോർഡ് ഇറങ്ങിപ്പോകുമ്പോൾ എന്നാൽ പിന്നെ ഇത് കുളമാവട്ടെ, ഞങ്ങളെ വീണ്ടും വെച്ചില്ലല്ലോ, എന്നാൽ പിന്നെ നിങ്ങൾ അനുഭവിച്ചോ എന്ന് വിചാരിച്ച് വെച്ചിട്ട് പോയോ? അറിയില്ല. പക്ഷേ സർക്കാർ ഒരു തുടർച്ചയാണെന്ന് പറയുന്ന പോലെ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനവും ശബരിമലയിലെ സംവിധാനവും ഒരു തുടർച്ചയാണ്. അങ്ങനെ ഒരു തുടർച്ചയാണെങ്കിൽ എങ്ങനെയാണ് ഒരു 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയും കോടതിയുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്യുക? ഇനി കോടതിയുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോടതിക്ക് ഈ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ തരിക, അത് യെസ് സാർ എന്ന് പറഞ്ഞ് കേട്ടിട്ട് തിരിച്ചു പോരുകയാണ്. അതിനുണ്ടായിരിക്കുന്ന ഒരു അപകടം, ഇപ്പോൾ തന്നെ അടുത്ത മാസം 8-ാം തീയതി വരെ വെർച്വൽ ക്യൂവിലെ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു, ഇനിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആളുകൾക്ക് വരണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗേ ഉള്ളൂ. അപ്പോൾ കോടതി പറഞ്ഞത് 20,000 സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി കുറയ്ക്കണമെന്നാണ്. നിങ്ങൾ എവിടെ തടയുമെന്നാണ്? ഇത് തടയാൻ പറ്റില്ല. ഇത് ആളുകളെ പുറപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യും? ആളുകളൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ കോടതിയോട് ഈ കാര്യങ്ങൾ, ഈ ക്രൗഡ് മാനേജ്മെൻ്റ് ഒന്നും കോടതിക്ക് അറിയില്ലോ. കോടതി വളരെ ക്ലിനിക്കലായിട്ട് പറഞ്ഞു. ആൾ കൂടി ഭയങ്കര തിരക്കായി. അപ്പോൾ കോടതി 2 കാര്യങ്ങൾ പറഞ്ഞു. 80 പേരെ 1 മിനിറ്റിൽ കയറ്റുന്നതിന് പകരം 50 പേരെ കയറ്റിയാൽ പോരെ? പറ്റില്ല. 50 പേരെ കയറ്റിയാൽ കൂടുതൽ കുഴപ്പമാവും. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുന്ന 5,000 ആക്കി കുറച്ചാൽ തിരക്ക് കുറയില്ലേ? പറ്റില്ല. അത് ക്ലിനിക്കൽ കണക്ക്, അത് മാത്തമാറ്റിക്കൽ കണക്കൂട്ടലാണ്. അങ്ങനല്ല. പ്രായോഗികമായി വേണ്ടത് ആളുകൾ വരട്ടെ, അത് പല സ്ഥലത്ത് വെച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ കോടതി ഉത്തരവ് അനുസരിക്കാൻ പോയാലുള്ള പ്രശ്നം, ഇനി ഇത് കൂടുതൽ കുഴപ്പമാവുകയുള്ളൂ. ആൾ പിന്നെയും തിക്കിക്കൂടേണ്ടി വരും. ഇതൊരു പാഠമായിരിക്കും. അനുസരിക്കേണ്ട എന്നുള്ളതല്ല, അവിടെ തന്നെ പറയണം ഇത് പറ്റില്ല. അതാ പറഞ്ഞത്, കോടതിയോട് പറയണം. യെസ് പറഞ്ഞിട്ട് പോരുന്നതല്ലേ? യെസ് സാർ എന്ന് പറഞ്ഞിട്ട് പോരുന്നതിലാണ് പ്രശ്നം. ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞെങ്കിൽ തിരുത്തുകയാണ്. അവിടെ വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടതിന് പകരം അത് പറഞ്ഞാൽ ഇനി ഇത് കൂടുതൽ മറ്റന്നാളാണ് വിശദമായ മറുപടി നൽകേണ്ടത്. നാളെ മുതൽ ഇത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഒരു പക്ഷേ നമുക്ക് അയ്യപ്പൻ തന്ന ഒരു മുന്നറിയിപ്പായിരിക്കും. നോക്കൂ, ഇത്രയും കുളമായി കാര്യങ്ങൾ പോകാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസമുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ല, ഞാൻ വിശ്വാസമുള്ളവർക്കെന്ന് പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ ഇതൊരു സൂചനയാണ്. ഈ സൂചനയിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് മുൻ വർഷങ്ങളിൽ നടന്നതെങ്കിലും ഒന്ന് ആലോചിച്ചാൽ കാര്യങ്ങൾ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വളരെ മോശം ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് വളരെ മോശം പ്ലാനിങ്ങിൻ്റെതാണ്. ഈ മുന്നൊരുക്കങ്ങൾ കോടതി ചോദിച്ചത് 6 മാസം കൊണ്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്തു. അങ്ങനെ ഞാൻ കരുതുന്നില്ല. മുന്നൊരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് ഒരു പ്രധാനപ്പെട്ട ആണി ഇളകിപ്പോയിട്ടുണ്ട്. അത് ഇളക്കിയതാണോ, എന്നാൽ പിന്നെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചതാണോ എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു കാര്യമായ ഒരു കുഴപ്പം ഉണ്ടാവട്ടെ എന്ന് ആരോ വിചാരിച്ചിട്ടുണ്ടാകണം. അങ്ങനെയേ ഇത്രയും കുളമാകാനുള്ള സാധ്യതയുള്ളൂ. ശരി, കഠിന വിമർശനം എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് അല്ലേ? അങ്ങനെ തന്നെയാണ്. വിമർശനം തന്നെയാണ്.
ശരി, മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ആൻഡ് അഗസ്റ്റിൻ, കഠിന വിമർശനമാണോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഞാനിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ശബരിമലയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം? ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദം വന്നതിന് ശേഷം ശബരിമലയിൽ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനും റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറല്ല. ഒരു ഉദ്യോഗസ്ഥനും റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഓവറോൾ ചെയ്യണമെങ്കിൽ, അതിൻ്റെ മേലെ പ്രവർത്തിക്കണമെങ്കിൽ ആര് വരണം? സർക്കാർ ഇടണം. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇടപെടണം. സർക്കാരിന് ഇപ്പോൾ ഇടപെടാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ 10-ാം തീയതി തുടങ്ങിയിട്ട് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. അതിന് ഇടപെടണമെങ്കിൽ ദേവസ്വം മന്ത്രി ഇടപെടണം. ദേവസ്വം മന്ത്രി ഇടപെടണമെങ്കിൽ ദേവസ്വം മന്ത്രി എന്ത് ചെയ്യണം? ഈ പറയുന്ന പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിതിൽ നിന്ന് ഇളവ് തരണം എന്ന് പറഞ്ഞിട്ട് ആരെ സമീപിക്കുക? ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുക. ഇലക്ഷൻ കമ്മീഷനെ സർക്കാർ സമീപിച്ചല്ലോ. ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്തില്ലോ. ശബരിമലയിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. അതോടുകൂടി സർക്കാരില്ല. ഇപ്പോൾ ആരാണ് കേരളത്തെ ഭരിക്കുന്നതെന്നറിയോ? ഇപ്പോൾ കേരളത്തെ ഭരിക്കുന്നത്, നടപ്പിലാക്കേണ്ടത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ടു. തിരക്കനുഭവപ്പെട്ട എന്താണ്? മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷമല്ലേ? അതിന് മുന്നേ തന്നെ പെരുമാറ്റച്ചട്ടം വന്നല്ലോ. മന്ത്രിക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമോ? നടപ്പിലാക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. 50,000 ആൾ വന്നിടത്ത് 2 ലക്ഷം ആൾക്കാരാണുള്ളത്. 2 ലക്ഷം ആൾക്കാരെന്ന് പറയുന്നത് 10,000 സ്പോട്ട് ബുക്കിങ്ങുള്ളടത്ത് 20,000 സ്പോട്ട് ബുക്കിംഗാണ്. 20,000 സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യമല്ല 10,000 ആൾക്കാർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുകയും വരുന്നവരെല്ലാവരും സ്പോട്ട് ബുക്കിംഗ് നടത്തി കയറ്റി വിടുന്നൊരു നിലപാടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 വർഷമായിട്ട് ശീലിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടെ വന്നാൽ എങ്ങനെയും കയറിപ്പോവാം എന്ന് വിചാരിച്ചിട്ട് വലിയ രീതിയിൽ ജനങ്ങൾ അങ്ങോട്ട് വരികയാണ്. അവിടെ ചെന്ന് ഇപ്പോൾ 20,000 എന്നുള്ളത് ജിമ്മി സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെ തടയാനാണ്? 5,000 കുറച്ചാൽ ഓടിയും തടയാൻ കഴിയില്ല. കാരണം റോട്ടിൽ തടയാൻ പറ്റുമോ? ഈ ആന്ധ്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്നവരെ എവിടുന്ന്? അവിടെ നിന്നൊക്കെ ഓൾറെഡി പുറപ്പെട്ടു. അവർക്കൊന്നും മലയാളം അറിയില്ല. ഇവിടെ നമ്മൾ മലയാളത്തിൽ വാർത്ത കൊടുത്താൽ പോലും ഒരു ഇംഗ്ലീഷ് മാധ്യമം പോലും ഇത് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് എന്താണ്? ഒരു ഹിന്ദി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ തിരക്കാണെന്നും ഇവിടെ പ്രശ്നങ്ങളാണെന്നും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സാധാരണ എന്താണ്? ഒരു മണ്ഡലകാലം വരുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫിംഗ് നടക്കും. ഇന്നതാണ് നടക്കാൻ പോകുന്നത്, ഇന്നതാണ്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. ഇപ്പം എന്താണ് ചർച്ച കൊണ്ട് നിർത്തിയത്? ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയിൽ കൊണ്ട് അവസാനിപ്പിച്ചു. സ്വർണ്ണക്കൊള്ള എന്താ? ശബരിമല മുഴുവൻ എന്താ കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി ചർച്ച അവസാനിപ്പിക്കും. ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ആരുമില്ല. ഇപ്പം അതാണ് സംഭവിക്കുന്നത്. അല്ല, ഞാൻ പറയും, ഇന്ന് ഹൈക്കോടതി പെരുമാറ്റച്ചട്ടത്തിന്റെ ദിവസം പ്രശ്നം എന്താ? അനധികൃതമായ തിരക്ക് വന്നിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ ജനങ്ങൾ വന്നു. ഇവരെ ആരാണ് തടയുക? ഇന്നലെ വന്ന ജയകുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണോ തടയേണ്ടത്? അല്ലെങ്കിൽ പ്രസിഡന്റാണോ തടയേണ്ടത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ വന്ന് കയറിയിട്ടേ ഉള്ളൂ. കയറുമ്പോൾ എന്താണ്? ഒരു രാഷ്ട്രീയ പിൻബലമുള്ള സമയത്താണെങ്കിൽ, രാഷ്ട്രീയ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അദ്ദേഹം കയറുന്നതിന് മുൻപ് ഇറങ്ങിയ ഒരാളുണ്ട്. എന്ത് ചെയ്തിട്ടാ ഇറങ്ങിയത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുജിയ. പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്ത് ചെയ്ത് വെച്ചിട്ടാ ഇറങ്ങിയത്? പെരുമാറ്റച്ചട്ടം ഉദ്യോഗസ്ഥരുടെ ബാധകമല്ല. ഉദ്യോഗസ്ഥരുടെ ബാധകമല്ല. മന്ത്രിയല്ല ചെയ്യേണ്ടത്. ഇല്ലാതെ നമ്മൾ കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ റിയാലിറ്റി ഇതാണ്. നിങ്ങൾ സർക്കാരിന്റെ മന്ത്രിയല്ല ഇതൊന്നും ചെയ്യേണ്ടത്. അനിയന്ത്രിതമായ തിരക്ക് വന്നു. 2 ലക്ഷം ആൾക്കാർ വന്നു. 50,000 ആൾക്കാർ. മന്ത്രിയാണോ നിർദ്ദേശം കൊടുക്കുന്നത്? എല്ലാ പ്രാവശ്യം ശബരിമലയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ദേവസ്വം മന്ത്രിയെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ദേവസ്വം മന്ത്രിക്ക് ഉന്നാല യോഗം വിളിക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ഇപ്പോൾ പറ്റാത്തൊരു കാര്യം. അവിടെ പ്രശ്നമുണ്ടെന്ന് എന്തിനാ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഉന്നതതല യോഗം വിളിക്കാൻ വേണ്ടി അനുമതി കൊടുത്തതിന് വേണ്ടിയിട്ടാ? കൊടുത്തെന്ന് പറഞ്ഞാൽ ആ യോഗത്തിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. അവിടെ ദേവസ്വം കമ്മീഷണറെ വിളിക്കണം, അവിടെ ദേവസ്വം പ്രസിഡന്റിനെ വിളിക്കണം, അവിടുത്തെ MVDനെയും മറ്റുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ജിമ്മി സാർ പറഞ്ഞല്ലോ, റോഡുകളിൽ ഇതടിക്കാൻ പോലും ആൾക്കാരില്ല. അവിടെ സംവിധാനം ഉണ്ടെങ്കിൽ പറയും ഇന്നയാൾ. അതെന്താണ് ഞാൻ പറയുന്നത്? ഒരു ഉദ്യോഗസ്ഥർ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാന്നേ. ഉദ്യോഗസ്ഥൻ്റെ മിനിറ്റ്സിൽ ഒപ്പിട്ടാൽ അവൻ കുടുങ്ങി. ഒരു സാധനം ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ് 50 കാര്യം എന്താ അറിയോ? 50 ലക്ഷം രൂപ MVD വണ്ടികൾക്ക് പെട്രോൾ സർക്കാരിനെ കൊണ്ട് പറ്റില്ല. പിന്നെ പറഞ്ഞ അവസാനിപ്പിച്ചെന്താ? ഇവിടെ വെച്ച് ഒരു പ്രധാനപ്പെട്ട ആണി ഇളകി പോയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ആണി എന്ന് പറഞ്ഞ സർക്കാർ സംവിധാനങ്ങളാന്നേ. സർക്കാർ ഇത്രയും സംവിധാനം 1 ലക്ഷം ആൾക്കാർ 2 ലക്ഷം ആൾക്കാർ ഒരു ദിവസം വരുന്ന ശബരിമലയിൽ ഇത്രയും വലിയ ഒരു സംവിധാനം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കണമായിരുന്നു. കാരണം ഇവിടെ നിങ്ങൾ ഇന്നലെ ജിമ്മി സാർ പറഞ്ഞല്ലോ എന്താ അയ്യപ്പ വായിക്കൊണ്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആര്? സർക്കാർ ഏറ്റെടുക്കുമോ? ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുമോ?
ആരും ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ചെയ്യേണ്ട തയ്യാറെടുപ്പല്ല സാർ. ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിയ ചൂര ഇപ്പൊ എന്താ ഇപ്പൊ എടുക്കേണ്ട തയ്യാറെടുപ്പല്ലെന്നേ, 6 മാസം മുമ്പെങ്കിലും എടുക്കേണ്ടതാണ്. സാധാരണ വന്നുകൊണ്ടിരിക്കുന്നതിനേക്കാളും നേരെ ഡബിൾ ആൾക്കാർ വന്നു. അതാരും പ്രതീക്ഷിക്കുന്നതല്ലോ. ഇപ്പൊ ഒരു 50,000 ആൾക്കാർ വന്നിടത്ത് ഒരു ദിവസം അവിടെ ഉണ്ടാകുന്നത് 2 ലക്ഷം ആൾക്കാരാണ്. 30,000 35,000 ആൾ സ്പോട്ട് ബുക്കിങ്ങിൽ വരും. എത്രയാണ് വന്നുകൊണ്ടിരുന്നത്? 10,000 ആണ്. വെർച്വൽ ബുക്കിംഗ് അറിയാലോ, ഇത്ര പേര് വരുന്നുള്ള അറിയാലോ. നിയന്ത്രിതമാണ്. അതിലൊരു കണക്കുണ്ടല്ലോ, ആ കണക്കിനനുസരിച്ച് അവരെ കൃത്യമായി അതാണല്ലോ IG ശ്രീജിത്ത് പറയുന്നത്, അല്ലെങ്കിൽ ADGP ശ്രീജിത്ത് പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞ വെർച്വൽ ബുക്കിങ്ങിൽ വരുന്ന ആൾക്കാർ മാത്രം വരികയാണെങ്കിൽ സുഗമമായ അയ്യപ്പ ദർശനം നടത്തി തിരിച്ചു വിടാൻ വേണ്ടി കഴിയും. ഇതങ്ങനെയല്ല. ഇവിടെ എന്താണ് 20,000 പേര് സ്പോട്ട് ബുക്കിങ്ങിന് വരുന്നതിനേക്കാളും കൂടുതൽ 20,000 50,000 ആൾ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി വരികയാണ്. അതിന് കാരണം എന്താ? അതിന് കാരണം അവിടെ വന്നാൽ ഇപ്പം ഇന്നും പറയുന്നൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ശബരി വരുന്നവരെ മാക്സിമം കയറ്റി വിടാൻ വേണ്ടി ശ്രമിക്കും. അയ്യപ്പ ദർശനം നടത്താതെ ആർക്കും തിരിച്ചു പോകേണ്ടി അങ്ങനെയല്ല പറയേണ്ടത്. നിങ്ങൾ പ്രോപ്പറായി ബുക്ക് ചെയ്യാതെ, നിങ്ങൾ പ്രോപ്പറായി വരാത്ത ആൾക്ക് എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? 20,000 ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, എന്ത് വെർച്വൽ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അല്ല വെർച്വൽ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. വെർച്വൽ ബുക്കിംഗ് കൊടുത്ത് 70,000 അല്ലേ, 80,000 വെർച്വൽ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുന്നതെന്ന് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായിട്ട് നിലനിർത്തുക. എന്നിട്ട് 1,25,000 ആണെങ്കിൽ 1,20,000 മാത്രം മതി എന്ന് പറയാം. സ്പോട്ട് ബുക്ക് ചെയ്യുന്നവരല്ല, സോറി, വെർച്വൽ ബുക്കിംഗ് നടത്തുന്നവർ മാത്രം വന്നാൽ മതി എന്നല്ലേ തീരുമാനിക്കേണ്ടത്? എന്തിനാ അവിടെ ഒരു സ്പോട്ട് ബുക്കിംഗ് എവിടുന്ന തീരുമാനം വന്നത്? അല്ല എവിടുന്നായാലും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറയുന്നത് അതിന് പകരം നിങ്ങൾ യാത്ര പുറപ്പെട്ടതിന് ശേഷം സ്പോട്ട് ബുക്കിംഗ് വേണ്ട, 5,000 കുറച്ച് ഈ പുറപ്പെട്ടവർ മുഴുവൻ ഏത് ശബരിമലയിലേക്ക് കെട്ടുതറച്ച് ശബരിമല കയറാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആൾക്ക് ശബരിമല ദർശനം നടത്താൻ തിരിച്ചു പോകാൻ കഴിയുമോ? ഇത് ആചാരമല്ല. അല്ല ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ശബരിമല ദർശനം കാണാൻ തിരിച്ച് വീട്ടിൽ കയറാൻ കഴിയുമോ? ഇവരെവിടെയാണ് കിടക്കുക? എന്തൊരു ലോജിക്കില്ലാത്ത വർത്താനാണ്. നിങ്ങൾ 15,000 20,000 എന്നുള്ളത് 10,000 5,000 ആക്കി കുറച്ചോളൂ. അപ്പോൾ ഈ 5,000 ആളെ എവിടെ കൊണ്ടുപോകും? 10 ദിവസം റോട്ടിൽ കിടക്കുമോ? 8 ദിവസം റോട്ടിൽ കിടക്കുമോ? സാധാരണ ജനങ്ങളല്ലേ വരുന്നത്. എങ്ങനെ അത് കൈകാര്യം ചെയ്യും? പക്ഷെ എന്താ തീരുമാനം എടുക്കേണ്ടത്? എന്താ ബുദ്ധിപൂർവമായ തീരുമാനം എന്താണ്? ഇവിടെ വെർച്വൽ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ 80,000 എന്നുള്ളത് നിങ്ങൾ 20,000 കൂടി 1 ലക്ഷം ആക്കി വെർച്വൽ ബുക്കിംഗ് ആക്കൂ. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാളെ തുടങ്ങി ഒരു 3 ദിവസം സമയം കൊടുക്കുക, അല്ലെങ്കിൽ 4 ദിവസം സമയം കൊടുക്കുക. 4 ദിവസത്തിന് അപ്പുറത്തേക്ക് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഈ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ തീരുമാനിക്കുക? എന്നിട്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ടല്ലോ, വന്ന ആൾക്കാരെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പമ്പയിൽ തടയുക, നിങ്ങൾ താഴെ നിലയ്ക്കൽ തടയുക, പമ്പയിൽ തടയുക, കോട്ടയത്ത് തടയുക, ആലപ്പുഴ തടയുക, അങ്ങോട്ട് പോകുന്ന വഴികളിൽ തടഞ്ഞിട്ട് അവിടേക്ക് എത്താതെ സംവിധാനമാക്കുക. അവിടെ എത്തിക്ക് സംവിധാനമാക്കുക. നിങ്ങൾ അവിടെ ചെന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇത്ര ആൾക്കാർക്ക് അവിടുത്തെ കയറാൻ കഴിയുള്ളൂ. ജനങ്ങളെ ബോധവൽക്കരിക്കുക. അറ്റ്ലീസ്റ്റ് വൃത്തിയായ രീതിയിൽ പത്രസമ്മേളനങ്ങൾ നടത്തുക. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകണ്ടേ? എന്ത് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്? ഒരു പത്രസമ്മേളനം. ശബരിമലയിൽ എന്താ നടക്കുന്നത്? കോടതി നടത്തുന്നുണ്ടോ? കോടതി അവിടെ നടക്കുന്ന രീതിയിലുള്ള ഡിസ്കഷൻ, അല്ല സോറി ആർഗ്യുമെന്റ് ജനങ്ങൾ പത്രക്കാരെടുത്തിട്ട് പത്രക്കാർ വാർത്തയാക്കുന്നുള്ള അപ്പുറം ഒരു വൃത്തിയായിട്ട് പത്രസമ്മേളനം നടത്തുന്നില്ല. അല്ല ആരും നടത്തുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ദേവസ്വം ഞാൻ പറയുന്നത് എന്താണ് അവിടുത്തെ റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. റിയാലിറ്റി ഇത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറയുന്നത് എന്താണ്? നമ്മൾ ആകാശത്ത് നിന്ന് സംവിധാനം ഉണ്ടാക്കിയിട്ട് 5,000 കുറച്ചോളൂ, ബാക്കി 30,000 ആൾക്കാർ അല്ലെങ്കിൽ 50,000 ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണ്ടേ? പക്ഷെ ഇതിൻ്റെ ഒറ്റ കാര്യമുള്ളത് ഞാൻ പറയുന്നത്, ഇതിൻ്റെ അത് ഈ പെരുമാറ്റച്ചട്ടം വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെയുണ്ട്? നമ്മൾ സർക്കാരിനെ കുറ്റം ഞാൻ ഇതിന് രണ്ടായിട്ട് കാണുന്നത്. നിങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഈ അധികമായ ആൾക്കാർ ശബരിയിലേക്ക് വരുന്നത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ BJP തമ്മിലുള്ള പ്രശ്നം. ഉദ്യോഗസ്ഥർ നിസ്സഹരിക്കുന്നു പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ്? അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അവരുടെ ജോലി റിസ്കിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു രാഷ്ട്രീയ ഒരു മന്ത്രി തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇത് പാസ്സാക്കി നടപ്പിലാക്കിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കലേ നിർവൃത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു ദേവസ്വം പ്രസിഡന്റ് തീരുമാനിക്കുകയാണ് നിങ്ങൾ നടപ്പിലാക്കിക്കോളാൻ പറഞ്ഞാൽ അത് നടപ്പിലാക്കിയ അല്ല ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് പറയില്ലേ? അപ്പം അങ്ങനെ പറഞ്ഞ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങിയാൽ പിന്നെ കേരളത്തിൽ ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാവില്ല എന്ന്. ശരി, സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വരുമ്പോൾ സർക്കാർ ആ ഭാഗത്തേക്ക് ഇല്ല, അത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ ദർശനത്തിന് വിഷയം വരുമ്പോൾ സർക്കാരാണ് അവസാനമാക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല എന്ന്. ഇപ്പൊ ശബരിമല ഞാൻ കുറച്ച് ആൾക്കാരോട് ഇപ്പൊ ശബരിമലയിൽ സംസാരിച്ചു. ഞാൻ ഈ മിഡ് ഡേസ് കയറുന്നതിന് വേണ്ടി ശബരിച്ചു, ഞങ്ങൾ എന്തിനാ സാറേ ആ റിസ്ക് എടുക്കുന്നത് ചോദിക്കുന്നത്? ഞങ്ങൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? 1 ലക്ഷം ആൾക്കാരോ 2 ലക്ഷം ആൾക്കാരോ 3 ലക്ഷം ആൾക്കാരോ വന്നോട്ടെ,
വന്നോട്ടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയ ആൾക്കാർ അവിടെ വേണം. അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണല്ലോ. അദ്ദേഹം ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് അവിടെ ചെന്നിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കഴിവുകൊണ്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. മനസ്സിലായോ? കേരളത്തിൽ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയിരുന്ന ആളാണ്. ഒരു കാര്യം പറഞ്ഞാൽ അപ്പം മനസ്സിലാകുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? ശബരിമലയിൽ താഴെ കയറി ഇറങ്ങാനുള്ള സമയമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? അതെങ്ങനെ കൊടുക്കണമല്ലോ. തലേ ദിവസം രാവിലെ ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ താരത്തിന് കയറി ഇറങ്ങി കൊടുക്കാനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് രാഷ്ട്രീയ സംവിധാനത്തെ മാറ്റി നിർത്തി ശബരിമലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞാൻ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യം, എന്താണ് ആഗോള അയ്യപ്പ സംഘമെങ്കിൽ ഇപ്പം മനസ്സിലായല്ലോ ആൾക്കാർക്ക്. എന്താണെന്നറിയോ? അവിടുത്തെ ശബരിമലേൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് എത്ര കാലമായി പറയുന്നേ. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അയ്യപ്പ സംഘം നടത്തി അതിന് കുറ്റമായിരുന്നു. അയ്യോ, അങ്ങനെ ഒരു സാധനം നടത്തില്ലേ? ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉണ്ട്. എവിടെ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ എത്ര കാലമായി? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രം. എളുപ്പമാണ്, വായും കൊണ്ട് പറയാൻ എളുപ്പമാണ്. 2 ലക്ഷം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രത്തേക്ക് 2 ലക്ഷം ആൾക്കാർ വരുമ്പോഴത്തേക്ക് തിങ്ങി നിറഞ്ഞ് ബ്ലോക്ക് ആവുന്ന സ്ഥലത്തെ കുറിച്ചല്ല പറയേണ്ടത്. നിങ്ങൾക്ക് കോട്ടയം മുതൽ, നിങ്ങൾക്ക് എരുമേലി മുതൽ, നിങ്ങൾക്ക് പമ്പ മുതൽ അവിടത്തേക്ക് വലിയ പ്ലാൻ ഉണ്ടാക്കണം. അവിടെ നിങ്ങൾക്ക് റോഡ് ഉണ്ടാക്കണം, അവിടെ പാലം ഉണ്ടാക്കണം, അവിടെ പിന്നെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കണം. അവിടേക്ക് ആൾക്കാർ ഒരു അപകടം ഉണ്ടായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 10, 80,000, 1 ലക്ഷം ആൾക്കാരുടെ അകത്ത് ഒരാൾ കുഴഞ്ഞു വീണാൽ എങ്ങനെ അവിടെ ഇവാക്യുവേറ്റ് ചെയ്യും? എന്ത് പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇതിനാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. വർഷമായിട്ട് ഒരു സർക്കാർ ആലോചിക്കാത്ത കാര്യം 9 വർഷമായി സർക്കാർ ആലോചിച്ചു. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അല്ല അവിടെ പോയി അന്ന് പ്രശ്നങ്ങളില്ലാന്നേ. ഉമ്മൻചാണ്ടി അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അങ്ങനെയാണ് മണ്ഡലത്തിൽ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇടപെടാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ദേവസ്വം മന്ത്രിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്താ പ്രശ്നം? എന്ത് പറ്റാ? പെരുമാറ്റച്ചട്ടം നിൽക്കല്ലേ? പെരുമാറ്റച്ചട്ടം കൊണ്ടാണ് ഈ മുഴുവൻ പ്രശ്നം. പ്രശ്നമാണെന്നേ. നമ്മൾ ക്ലാരിറ്റി ഞാൻ ഇതിനെ രാഷ്ട്രീയമായി കാണാനേ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട് രാഷ്ട്രീയമായി ഉദ്ദേശിക്കാത്ത? അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയമായി കാണാൻ ഉദ്ദേശിക്കാത്ത കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ? ജനങ്ങൾ ചവിട്ടുകൊണ്ട് ചാകണോ? അല്ലെങ്കിൽ അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടായി പ്രശ്നം ഉണ്ടാവണോ? അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്. 50,000 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ സമയം 80,000, 1 ലക്ഷത്തി ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലത്ത് 2 ലക്ഷം ആൾക്കാർ വരികയാണ്. 10,000 പേരെ സ്പോട്ട് ബുക്കിങ്ങിൽ തടഞ്ഞു നിർത്താൻ പറ്റിയ സ്ഥലത്ത് വരുന്നത് 40,000, 50,000 ആളാണ്. 1 ലക്ഷം ആൾക്കാരാണ് കൂടുതൽ. ഇത്ര ആൾക്കാരെ എങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും? അതിനൊരു ചെറിയ പ്ലാൻ കൊണ്ട് സംഭവിക്കുമോ? അതിനോട് ഇപ്പോഴാണത് ആവശ്യം. ഈ സമയത്ത് ഇപ്പോൾ ആവശ്യം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 2016 വന്നതുപോലെ അല്ലല്ലോ ജനങ്ങളിപ്പോൾ വരുന്നത്. 2016 60,000 ആൾ വന്നാൽ ഇന്ന് 2 ലക്ഷം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ 2016 മാസ്റ്റർ പ്ലാൻ ഇന്ന് നടപ്പിലാക്കിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തിയോ പറയുകയാണ്? അയ്യോ, അത് നടത്തരുത്, അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയണ്ടേ? ഞാനെന്താണ് പറയുന്നത്? എല്ലാം രാഷ്ട്രീയമായി കണ്ണടച്ച് ഇരുട്ടാക്കും. എല്ലാം എന്താണ് രാഷ്ട്രീയം ഇച്ഛാശക്തി. ഇപ്പം ഇന്ന് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടല്ലോ, ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എന്ത് തീരുമാനമാണ്? ദേവസ്വം മന്ത്രിക്ക് അതിനെക്കുറിച്ച് ഇടപെടാൻ കഴിയും. ഒരു ദേവസ്വം ബോർഡ് മന്ത്രി പ്രസിഡന്റിനടക്കം സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനം നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല എന്ന്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. ഇതിനൊരു ഏകോപനം വേണം. ഇതിനകത്ത് പോലീസ് ഇടപെടണം, ഇതിനകത്ത് MVD ഇടപെടണം, ഇതിന് മോട്ടോർ വാഹന വകുപ്പ് വേണം, ഇവിടുത്തെ ഫയർഫോഴ്സ് ഇടപെടണം. ഇതിനൊക്കെ ആര് കോടീകരിക്കും? ഫയർഫോഴ്സിൻ്റെ മേധാവിയോടെ നിൽക്കാൻ പോകുന്നില്ലല്ലോ. MVDൻ്റെ പിന്നെ മോട്ടോർ വകുപ്പിൻ്റെ കമ്മീഷണർ അവിടെ പോയി നിൽക്കാൻ പോകുന്നുണ്ടോ? അവിടെ ഫയർഫോഴ്സിൻ്റെ DGP അവിടെ പോയി നിൽക്കാൻ പോകുന്നുണ്ടോ? ഒന്നും പോകുന്നില്ലല്ലോ. ഇതിന് ആരെങ്കിലും ഒരു ക്രോഡീകരിക്കണ്ടേ? ആ ക്രോഡീകരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനം എടുത്താൽ തന്നെ അവരെന്താ പറയുക? ഞങ്ങൾക്ക് നോട്ടീസ് വരട്ടെന്ന് പറയും. അവിടെ വെയിറ്റ് ചെയ്യും. കാരണം എന്താ? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കാളും വല്ല പോസ്റ്റിലിരിക്കുന്ന ആളാണ് അപ്പുറം DGP. അദ്ദേഹത്തോട് പറയാം. 2 ആഴ്ച മുമ്പ് ശബരിമലയിൽ ഇത് സംബന്ധിച്ച കോർഡിനേഷൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നാണെന്നുള്ള കാര്യം ശബരിമലയിൽ ഇന്നലെ ഈ മാസ്റ്റർ പ്ലാനോ അതിന്റെ യാതൊരു വിഷയങ്ങളും ഇല്ല. ശബരിമലയിൽ ഇന്നത്തെ പ്രശ്നം എന്താ? ശബരിമലയിൽ താഴെ നാള് കയറി വരുന്ന ഇതറിയണം. ഈ തിരക്ക് കൂടുന്ന ഒരാഴ്ച മുന്നേ അറിയാൻ പറ്റും.
രണ്ടാഴ്ച മുന്നേ അറിയാൻ പറ്റുമോ? 16-ാം തീയതി ആൾ കയറി തുടങ്ങുമ്പോൾ അല്ല, അപ്പൊ ഇടപെടാൻ കഴിയില്ല. കഴിയില്ല. പെരുമാറ്റച്ചട്ടം വന്നു, സർക്കാർ ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാർ എന്നിട്ടാണോ പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് മാറ്റിയത്? എന്നിട്ടാണോ ഇപ്പൊ ഇന്ന് വൈകുന്നേരം പൈസ കൊടുത്തത്? എന്നിട്ടാണോ 200 പേരെ ക്ലീൻ ചെയ്യാൻ ആളെ വെച്ചത്? മന്ത്രി ഇടപെടില്ല. അതാണ് പറയണേ. ഈ മണ്ഡലകാലം തുടങ്ങിയത് എന്താ? 16-ാം തീയതി മുഴുവൻ ചെയ്യാം. അല്ല, ഈ 16-ാം തീയതി അല്ല മണ്ഡലകാലം തുടങ്ങിയത്. മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷമുള്ള തിരക്ക് അറിഞ്ഞത്. തിരക്കറിയുമ്പോൾ അപ്പോഴല്ലേ ഇടപെടുന്നത്, അല്ലാതെ ഒരാഴ്ച മുന്നേ കയറിയിട്ട് മുഖ്യമന്ത്രി യോഗം ചേർന്ന് പറയാൻ പറ്റില്ല. അപ്പം മനസ്സിലായി ഇടപെടാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ട് പറയുന്നത് ഏതാണ് ഈ പറഞ്ഞ ദേവസ്വം മന്ത്രിക്ക് ഈ തിരക്ക് കൂടിയോണ്ടാണോ MVD മാർക്കുള്ള വണ്ടിയുടെ ഡീസൽ പൈസ കൊടുക്കുക? തിരക്ക് കൂടിയാലേ കൊടുക്കുള്ളൂ. എങ്ങനെ? വണ്ടിയുടെ ഡീസലിനുള്ള പണമേ തിരക്ക് കൂടിയാലേ കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ നിലപാടെടുക്കുന്നില്ല, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇന്ന് ജയകുമാർ പറഞ്ഞ എന്താണ്? ഇന്ന് ജയകുമാർ അതിനോട് സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ സംവിധാനം എന്ന് പറയുന്നത് എന്താ? ഈ ഉദ്യോഗസ്ഥർ ഇവിടുന്ന് സൈൻ ചെയ്ത് ട്രഷറി കൊടുത്ത് പൈസ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തപോലെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനും പറ്റില്ലല്ലോ. അതിന് പ്രൊസീജിയർ സമയമുണ്ട്. നിങ്ങൾ ഇന്ന് രാവിലെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സംവിധാനം നമ്മൾ ഒരാഴ്ച അതാണ് ഞാൻ പറയുന്നത്. ഇതിലിപ്പോ നേതൃത്വം മാത്രമല്ല അതിന്റെ പ്രശ്നം ഇപ്പൊ ഉണ്ട്. അതിന് കാരണം ഇലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്ത പ്രശ്നം അവസാനിച്ചേനെ. ഇന്നത് കൊടുത്തിട്ടുണ്ട്. ശബരിമലയിൽ നാളെ തുടങ്ങി മാറ്റം ഉണ്ടാവും. അപ്പൊ ശരി, മറ്റന്നാള് ഇലക്ഷൻ കമ്മീഷനാണോ മറുപടി കൊടുക്കേണ്ടത്? അല്ല, ഈ പറഞ്ഞ ഇന്ന് ഹൈക്കോടതി എടുത്ത പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പോൾ ലൈവായിട്ട് ഇപ്പൊ ഇന്ന് ഹൈക്കോടതി സംസാരിച്ചത് എന്തല്ല? ഈ പറഞ്ഞ പിന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ശബരിമലയിലെ ഒരു മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെന്ന് ചർച്ച നടത്തിയത്. അതിനുള്ള മറുപടി മറ്റന്നാൾ കൊടുക്കും. കഠിന വിമർശനമാണോ കോടതിയുടെ ഭാഗത്തുനിന്ന്? കഠിന വിമർശനമാണ്. കാരണം പാളിച്ചയിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു സർക്കാരിനെ കോടതി അങ്ങനെ വിമർശിച്ചില്ലെങ്കിലല്ലേ തെറ്റ് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി വെള്ളിയാഴ്ച പറയുമായിരിക്കും. വെള്ളിയാഴ്ച തിരിച്ചങ്ങോട്ട് പറയാൻ എന്താണുള്ളത് എന്നതിപ്പോൾ ആൻഡോ സാർ പറഞ്ഞതുപോലെയുള്ള ഒരു ന്യായീകരണമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കോടതി അത് ഒടിച്ചു മടക്കി ഇങ്ങ് തിരിച്ചു തന്നുവിടും. എന്തായാലും അങ്ങനെയുള്ള ന്യായീകരണം ഒന്നും കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് കഴിയില്ല. ദേവസ്വം ബോർഡ് എന്തായാലും അങ്ങനെയുള്ള ഒരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവിടെ നമ്മൾ കണ്ടതല്ലേ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ മുന്നിൽ ആ ദൃശ്യങ്ങളടക്കം ആൻഡോ സാർ നിന്ന് കണ്ടതാണ്. അത് കണ്ടിട്ടും സാർ ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമാണെന്ന് പറയുന്നതൊക്കെ എങ്ങനെ ന്യായീകരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് വിടുന്നു എന്തായാലും. അപ്പോൾ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ട് അതിൽ കൊത്തിയിട്ടുണ്ടെങ്കിൽ ഇടപെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങയുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു, അത് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു. അങ്ങ് പറഞ്ഞ കാര്യം പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ മാത്രം എന്ത് ചെയ്യാനാണ്? ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ എല്ലാ വിഷയങ്ങളിലും പറയുന്നത് പോലെ ഇവിടെ മാഡം പാളിയത് സിസ്റ്റമാണ്. ഇവിടുത്തെ ശബരിമലയിലെ സിസ്റ്റവും പാളി. അങ്ങനെ ഓരോരോ സിസ്റ്റമായിട്ട് ഇങ്ങനെ സിസ്റ്റം ഫെയിലിയർ എന്താണ് സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലിയർ ആണ്. അതിപ്പോൾ ആരോഗ്യ മേഖലയിൽ നമ്മൾ ആ സിസ്റ്റം ഫെയിലിയർ കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഒരു ലിഫ്റ്റ് കേടായിട്ട് ഇപ്പോൾ 1 മാസമായി, നന്നാക്കാൻ പറ്റിയിട്ടില്ല. സിസ്റ്റം ഫെയിലിയർ ആണ്, നന്നാക്കുമായിരിക്കും. അതുപോലെ തന്നെയാണ് ശബരിമലയിൽ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ ഒന്നും അല്ല ഈ മണ്ഡല മകരവിളക്ക് സീസൺ എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കാലം തുടങ്ങുന്നത്. പണ്ടേ ഉള്ളതാണ്. ഇന്ന് നമ്മുടെ ഒരു ഡോക്ടർ സന്ദേശം അയച്ചു. അദ്ദേഹം 1974 തൊട്ട് തുടർച്ചയായിട്ട് ശബരിമലയിൽ പോകുന്ന ആളാണ്. മണ്ഡല കാലത്ത് മാത്രമല്ല അല്ലാതെ മാസപൂജയ്ക്കും ഒക്കെ ദർശനം നടത്തുന്ന ആളാണ്. ആദ്യമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സും എല്ലാവരും ചേരുന്ന ഒരു സംഘമാണ്. അവർക്ക് അവിടെ പോയിട്ട് ദർശനം നടത്താതെ തിരിച്ചു വരേണ്ടി വന്നു. ഇത്രയും ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് അവിടെ ചെന്നതിന് ശേഷം മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകും എന്നത് കണ്ടുകൊണ്ട് അവർ തിരിച്ചു വരികയാണ്. അവർ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി, അയ്യപ്പ ക്ഷേത്രങ്ങളിലടക്കം പോയി നെയ്ത്തേങ്ങയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന നെയ്ത്തേങ്ങ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത്രയും വിശ്വാസത്തോടെ വ്രതമെടുത്ത് മാലയിട്ട് പോകുന്ന ഭക്തരാണ്. അപ്പോൾ അവർ അത് മറ്റ് ക്ഷേത്രങ്ങളിൽ, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ തന്നെ പോയി ആ നെയ്ത്തേങ്ങയൊക്കെ ഉടച്ച് അവർ തിരിച്ചു വരികയാണ്. പൂജയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. നമ്മൾ ഈ ഉദ്യോഗസ്ഥരുടെ പഴി അല്ലെങ്കിൽ സർക്കാരിൻ്റെ പഴി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും തലയിലേക്ക് നമുക്ക് ഈ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഉണ്ടായത് എന്ന് പറയുന്നത് ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ്. നേരത്തെയും തിരക്കുണ്ടായിട്ടുണ്ട്. ആ തിരക്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുല്ലുമേട് ദുരന്തമടക്കം നമ്മുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. 102 പേരാണ് പുല്ലുമേട് ദുരന്തത്തിൽ മരിച്ചത്. പക്ഷേ അവിടെയൊക്കെ ഈ പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ കണ്ടത്.
ഇവിടെ ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പായതിനു ശേഷമുള്ള മികച്ച രീതിയിലുള്ള സംഘാടനത്തോടു കൂടിയുള്ള സീസൺ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നേ. പക്ഷേ അതിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഈ വർഷത്തെ പ്രത്യേകത എന്താണ്? ഈ വർഷമാണ് സർക്കാരായി മുൻകൈ എടുത്തുകൊണ്ട് അയ്യപ്പ ഭക്തർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോളതലത്തിലുള്ള അയ്യപ്പ ഭക്തരെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട്, അതിപ്പോൾ പത്തനംതിട്ടയിലെ CPM അന്നത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ സ്പോൺസർഷിപ്പിന് വേണ്ടിയാണെന്നാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും അങ്ങനെ ഒരു സംഗമം നടത്തിയ വർഷമാണിത്. സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം. പറയാലോ, അതിനെന്താ പറഞ്ഞു തരാലോ. ആഗോള അയ്യപ്പ സംഗമം, അതിൽ 355 കോടിയുടെ 4 പദ്ധതികളാണ്. അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ആ കണക്കെടുത്ത് വെച്ചിരുന്നു. എന്തായാലും ഈ സംഗമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോഴേക്കും ഹിൽ ടോപ്പിൽ 2 പന്തൽ, പമ്പാതീരത്ത് ഭക്ഷണ സൗകര്യം, അങ്ങനെ മുന്നോട്ടേക്ക് നടപ്പാക്കാനായിട്ടുള്ള, ഈ വർഷം നടപ്പാക്കാനുള്ള പദ്ധതി ഒന്നും അല്ല കേട്ടോ, മുന്നോട്ടേക്കുള്ള ഭാവിയിലേക്കുള്ള പദ്ധതികളാണ് അവിടെ ചർച്ചയായത്. ആ ചർച്ചയുടെ കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ ചർച്ചയിൽ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമത്തിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയുടെ മോഡറേറ്റർ ആരായിരുന്നു? K. ജയകുമാർ. അദ്ദേഹമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അല്ലല്ല പൂർത്തിയാക്കിയിട്ട് പറയാനും ഇടപെടാനും ഒക്കെയുള്ള സമയം തരാം. മാഡം അതിന് അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ചർച്ചയുടെ മോഡറേറ്റർ ആയിരുന്ന K. ജയകുമാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകമെമ്പാട് നിന്നുള്ള, മുദ്ര ശ്രദ്ധിക്കണം, ലോകമെമ്പാട് നിന്നുള്ള പ്രതിനിധികൾ ഈ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച്, മാസ്റ്റർ പ്ലാനിലെ അങ്ങ് സൂചിപ്പിച്ച കണ്ടന്റ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഇവിടെ ഈ പദ്ധതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തന്നെ ഈ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഈ മാസ്റ്റർ പ്ലാനിൽ പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലേക്കുള്ള സുരക്ഷാ പാലം 50 കോടി വകയിരുത്തുന്നു. സന്നിധാനത്ത് പുതിയ പ്രസാദ മണ്ഡപം, തന്ത്രി മേൽശാന്തി മഠങ്ങൾ ഉൾപ്പെടെയുള്ള തിരുമുറ്റം വികസനം, പിൽഗ്രിം അമ്യൂണിറ്റി സെന്റർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിൽഗ്രിം അമ്യൂണിറ്റി സെന്ററിന് 9.95 കോടി, നിലയ്ക്കൽ അടിസ്ഥാന താവളത്തിൽ സുരക്ഷാ ഇടനാഴി, റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ, അതിന് ചെലവ് കണക്കാക്കുന്നത് 180 കോടി, അന്നദാന മണ്ഡപം ഉൾപ്പെടെ സന്നിധാനത്തെ പ്രധാന കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കലിനുള്ള 5 കോടി. അപ്പോൾ ഇതിന്റെയൊക്കെ നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ടി വിശദമായ പദ്ധതി രേഖ DPR തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളടക്കം നടക്കുമെന്ന് പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആ ചർച്ചയിൽ പങ്കെടുത്തത് എത്ര പേരാണെന്ന് നമ്മൾ കണ്ടതാണ്. 5000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞയിടത്ത് എത്രയാണ് കണക്കെന്നുള്ളതും പുറത്തു വന്നതാണ്. എത്രയായാലും 5 പേരായാലും 10 പേരായാലും 5000 പേരായാലും ചർച്ച അവിടെ നടന്നല്ലോ. ആ ചർച്ചയിൽ പങ്കെടുത്തയാളെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വെക്കുന്നു. K. ജയകുമാറിന്റെ പോർട്ട്ഫോളിയോയിൽ ഇതുവരെ അദ്ദേഹം പറയട്ടെ, സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് കൊണ്ടുവന്നെന്ന് പറയുന്നത് എന്താ അർത്ഥത്തിൽ? പറയട്ടെ, ഞാനിത് പറഞ്ഞില്ലല്ലോ. ജിമ്മി സാർ പറഞ്ഞു പറഞ്ഞത് അവിടെ ചോദിക്കണമായിരുന്നു. ഞാൻ പൂർത്തിയാക്കട്ടെ. ജിമ്മി സാർ പറഞ്ഞത് ജിമ്മി സാറിന്റെ അഭിപ്രായം, ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം. ഞാൻ പറയട്ടെ എന്തായാലും ഇത്രയും പദ്ധതികൾ അങ്ങ് ഞാൻ ആ പോയിന്റിലേക്ക് ഒന്ന് എത്തട്ടെ. അതായത് ഇത്രയും പദ്ധതികളൊക്കെ ചർച്ച ചെയ്ത ഒരു പരിപാടി നടന്നത് സെപ്റ്റംബർ 20. അതിനുശേഷം ഈ സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നവംബർ 18. ഈ 2 മാസങ്ങൾക്കിപ്പുറമാണ് ഈ സ്റ്റാമ്പേഡ് ലൈക്ക് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അത് മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ 3ാമത്തെ ദിവസമാണ്. ഈ 16-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നു. 5 മണിക്ക് നട തുറക്കുമ്പോൾ അങ്ങ് പറഞ്ഞ കണക്ക് തെറ്റാണ്. 5 മണിക്ക് നട തുറന്നതിന് ശേഷം അന്നത്തെ ദിവസം ദർശനം നടത്തിയിരിക്കുന്നത് 53,278 പേരാണ്. തൊട്ടടുത്ത ദിവസം 17-ാം തീയതി ആ ഒരു ദിവസം പൂർണ്ണമായി മല കയറി എത്തിയിരിക്കുന്നത് 98,915 പേരാണ്. 18-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ്, അതായത് 11 മണിക്ക് 1 മണിക്ക് ഇടയിലുള്ള സമയത്താണ് തീർത്ഥാടകരുടെ ബാഹുല്യം കൂടുന്നത്, 2 മണി വരെ ദർശന സമയം നീട്ടുന്നത്. അതുവരെ കയറിയിട്ടുള്ളത്, അന്ന് ഉച്ചവരെ കയറിയിട്ടുള്ളത് 44,401 പേരാണ്. അങ്ങനെ വെച്ച് നോക്കിയാലും വൈകുന്നേരം വരെ 80,000-ന് മുകളിൽ ആളുകൾ കയറില്ല. ഈ 44,000 പേര് വരുമ്പോൾ അതിന് തൊട്ട് മുൻപത്തെ 98,000 പേരിൽ 20,000 പേരെങ്കിലും അവിടെ നിന്ന് പോയിട്ടില്ല എന്നുകൂടി കൂട്ടിക്കോളൂ. എന്നാലും അവിടുത്തെ അക്കോമഡേഷൻ അല്ലെങ്കിൽ അവിടെ ഉള്ളതെന്ന് പറയുന്നത് 60,000 ആണ്. 60,000 പേരെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല പോലീസ് സംവിധാനത്തെ, ഞാൻ കണ്ടിട്ടില്ല. 10,000 ആൾക്കാർ, സോറി 20,000 ആൾക്കാർ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ അത്രയാണ്. 1,00,000 ആൾക്കാർ അവിടെ ഉണ്ട്. ഇല്ല, ഇത് ശബരിമലയിലെ കണക്കാണ്. ശബരിമലയിലെ കണക്കാണ്. അല്ല, ഇത് ശബരിമലയിലെ കൃത്യമായ കണക്കാണ്. 17-ാം തീയതി ആകെ ദർശനം നടത്തിയിരിക്കുന്നത്, 18-ാം പടി കയറി ഇരുമുടിക്കെട്ടുമായി ദർശനം നടത്തിയിരിക്കുന്നത് 98,915 പേരാണ്. ദേവസ്വം ബോർഡിന്റെ കണക്കാണ്. പറയട്ടെ 18-ാം തീയതി ഉച്ചവരെ, 18-ാം തീയതിയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്കാണ് പ്രശ്നം ഉണ്ടായത്. ആ ഉച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് വരെ രാവിലെ മുതൽ ദർശനത്തിനെത്തിയിരിക്കുന്ന 44,401 പേരാണ്. അത്രയും പേരെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം സാറേ. ശബരിമലയിലെ കണക്കാണ്. ഞാനിതാ ക്ഷമിക്കണം, ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അതെ, ഞാൻ ഇനി ഇതിലേക്ക്
വരാം, എൻ്റെ പോയിന്റിലേക്ക് വരാം. ഇവിടെയാണ് ആളെ കുറച്ചാൽ പ്രതിസന്ധി പരിഹരിക്കാം, ആളെ കുറച്ചല്ല പ്രതിസന്ധി പരിഹരിക്കേണ്ടത്. ഇത്രയും ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കയറിയിട്ടുള്ളതാണ് 18-ാം പടി. ആ ശബരിമലയിൽ അതിനുള്ള സൗകര്യമുണ്ട്. 44,401 പേർക്ക് നിൽക്കാൻ കഴിയാത്ത സ്ഥലമൊന്നുമല്ല ശബരിമല. അവിടെ കൃത്യമായിട്ടൊരു മാനേജ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവിടെ ആ പാളിച്ച ഉണ്ടായത്. അതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിന് തന്നെയാണ്, സർക്കാരിനും ദേവസ്വം മന്ത്രിക്കും തന്നെയാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 10 ദിവസത്തിനുള്ളിൽ ഒന്നുമല്ല ഇതൊന്നും തീരുമാനിക്കേണ്ടത്. അതൊക്കെ 10 ദിവസത്തിനുള്ളിലല്ല, 10 ദിവസത്തിനുള്ളിലല്ല. ഇന്ന് വരണമെന്ന് ഞാൻ പറയാം സാറേ, ഞാൻ പറയാം സാറേ, കഴിയുന്നതിനേക്കാളും ആൾക്കാർ ജനങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറയട്ടെ. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്നിട്ടില്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വന്നിട്ടില്ല. 10 പേര് വന്നാൽ 10 പേർക്ക് 10 കസേര ഇടണം, 50 പേര് വന്നാൽ 50 കസേര ഇടണം. അല്ലാതെ 50 പേര് വരുമ്പോൾ നിങ്ങൾ 10 കസേര ഇട്ട കാര്യം നടക്കത്തില്ല. അതാണ് അവിടെ നടന്നത്. കൃത്യമായിട്ട് നിങ്ങൾ അവിടെ സംവിധാനം ഒരുക്കിയില്ല. 18-ാം പടി കയറുന്ന ഇടത്ത് കണ്ണടച്ചാൽ ഇരുട്ടാകില്ല. പുറത്ത് നല്ല വെളിച്ചമാണ്. അതെ, ആ ദൃശ്യങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ്? ബാരിക്കേഡ് മറികടന്ന് മറുഭാഗത്ത് കൂടി ഭക്തർ കടന്നു വന്നതാണ് അവിടെ പ്രശ്നമായത്. മറുഭാഗത്ത് കൂടി ഭക്തരുടെ എൻട്രി കൊടുക്കാത്ത ഭാഗത്ത് കൂടി ആളുകൾ കടന്നു വരുന്ന സൗകര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ നിയന്ത്രണത്തിന് പോലീസിനെ വിന്യസിക്കാത്തത് കൊണ്ടാണ്, കൃത്യമായ നിയന്ത്രണം പാലിക്കപ്പെടാത്തത് കൊണ്ടാണ്. 18-ാം പടി കയറുന്ന ഇടത്ത് ഒരിക്കലും 5 പേർ നിരന്ന് 18-ാം പടി കയറുന്ന രീതിയിലല്ല സംവിധാനമുള്ളത്. ഒരേ സമയം 10 പേർ ഒരു പടിയിൽ നിൽക്കാൻ പറ്റില്ല. അത്രയും വലിപ്പം ആ പടിക്കില്ല. ആ രീതിയിൽ ആളുകളെ കയറ്റിവിട്ടത് ആരാണ്? അവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഞാൻ കണ്ടത് 6 പോലീസുകാരെയാണ്. 6 പോലീസുകാരിൽ കൂടുതൽ 18-ാം പടിയുടെ താഴെയുണ്ട്. ആ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ 6 പോലീസുകാരാണ് ഈ ആളുകൾ ഇരച്ചു കയറി വന്നപ്പോൾ നിയന്ത്രിക്കാനായി ഉണ്ടായിരുന്നത്. പടിയിലല്ല മാഡം, പടിയിലേക്ക് കയറുന്നതിന് മുൻപ് വലിയ നടപ്പന്തൽ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്ത് അല്ലല്ല, അവിടെ കയറ് കെട്ടി തടയുന്ന ഭാഗത്ത് എങ്ങനെയാണ് ആളുകൾ ഇത്രയും ഒരേപോലെ ഒരു ആൾക്കൂട്ടം പോലെ ഇങ്ങനെ ഇരമ്പി വരുന്ന ഒരു സാഹചര്യം അല്ല ശബരിമലയുള്ളത്. അവിടെ നിയന്ത്രണമുണ്ട്. പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അങ്ങ് ഈ ഇടയ്ക്ക് കയറി പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ സിസ്റ്റത്തിലുള്ള ഫെയിലിയറാണ്. അത് കെ ജയകുമാറിന് മനസ്സിലായിട്ടും അങ്ങേക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കെ ജയകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അദ്ദേഹം ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിലെ ചർച്ചയിലടക്കം മോഡറേറ്റർ ആയിരുന്ന അദ്ദേഹത്തിന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ തിരക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹവും പലവട്ടം ശബരിമല കയറിയിട്ടുള്ള ഒരാളാകാനാണ് സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യമായിട്ട് മണ്ഡലകാലം കാണുന്നത് പോലെയുള്ള ന്യായീകരണം സാർ മുന്നോട്ട് വെച്ചതിനെ എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതിനോട് ഞാൻ എൻ്റെ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്യുകയാണ്. കാരണം ദേവസ്വം ബോർഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മണ്ഡലകാലം കാണുന്നത്, ആദ്യമായിട്ടാണ് ഈ തിരക്ക് കാണുന്നത്. 2 ലക്ഷം പേരൊന്നും വന്നിട്ടില്ല സാറേ, 1 ലക്ഷം വന്നിട്ടില്ല. കള്ളം പറയല്ലേ? 2 ദിവസം കൊണ്ട് 1,98,000 ആൾക്കാർ കയറി എന്നാണ് പറയുന്നത്. അവിടെ അത് മാത്രമല്ല, പുറത്ത് ബുക്കിംഗ് 20,000 ആൾക്കാരേ ഉള്ളൂ. അതിന് പുറത്ത് 35,000 ആൾക്കാർ വേറെ നിൽക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, അവരെ തടയാൻ കഴിയാതെ ഈ സ്പോട്ട് ബുക്കിംഗിന്റെ സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് ഇടിച്ചു കയറി പോകുന്ന ആൾക്കാർ. ശരി, പൂർത്തിയാക്കിക്കോട്ടെ, ഞാൻ പൂർത്തിയാക്കാണ്. അപ്പോൾ ഇവിടെ ആളെ കുറച്ച് പ്രതിസന്ധി പരിഹരിക്കുകയല്ല വേണ്ടത്. അവിടേക്ക് വരുന്ന ആളുകൾ അത് എല്ലാ കാലത്തുമുള്ള രീതിയിൽ തന്നെയുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നേ. അയ്യപ്പനെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആഗ്രഹം സാധ്യമാക്കി കൊടുക്കുന്നതിനാണ് ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല. അവിടെ നിന്നുള്ള വരുമാനത്തിൽ മാത്രം കണ്ണുവെക്കുകയല്ല, അവിടുത്തെ സ്വർണ്ണപ്പാളി ഇളക്കലിൽ മാത്രം കണ്ണുവെക്കുകയല്ല, ഭക്തർക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കണം. പമ്പയിലൊക്കെ നാറിക്കിടക്കുകയാണ്, മാലിന്യവാഹിയെ കിടക്കുകയാണ്. അതൊക്കെ ശരിയാക്കുന്നതിന് എന്ത് പെരുമാറ്റച്ചട്ടമാണ്? അതൊക്കെ എന്ത് പെരുമാറ്റച്ചട്ടമാണ്? അതിനൊക്കെ എന്ത് പെരുമാറ്റച്ചട്ടമാണ്? മാസ്റ്റർ പ്ലാൻ 2006 ഉണ്ടല്ലോ, അതുകൂടെ പറഞ്ഞേക്കാം. സാറി പറഞ്ഞു കേട്ടതൊന്നും ഇപ്പൊ പിണറായി വിജയൻ സാർ ഇടപെടുന്നതുകൊണ്ടാണ് സമയം നീളുന്നത്. ഞാനൊന്ന് പൂർത്തിയാക്കിയോടെ. 2006 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വന്ന മാസ്റ്റർ പ്ലാൻ 2007 സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതാണ്. അതിനുശേഷം ഇതുവരെ അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിണറായി വിജയൻ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതൊന്നും അല്ല ഇത്. 2006 ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു, അത് പാസ്സാക്കി, സുപ്രീം കോടതി പറഞ്ഞു അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഒരു എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്? മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടാണ്. അറിയോ? അപ്പൊ പ്രതിപക്ഷം ഒന്നാമത്തെ കാര്യം അതിന് വലിയ രാഷ്ട്രീയമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. കഠിന വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു കാര്യം ഇവിടെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഈ ജയകുമാറിനെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ കാര്യം പൊളിഞ്ഞില്ലേ? ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘത്തിന്റെ മോഡറേറ്ററാക്കി വെച്ച എന്റെ സമയം
കഠിന വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ജയകുമാറിനെ ഒരു പൊതുസമ്മതൻ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ശബരിമലയുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെയും അവിടെ ചുമതലകൾ ഉണ്ടായിരുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വിമർശനമില്ലാത്ത ഒരു മുൻ ഉദ്യോഗസ്ഥൻ, മുൻ IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഒരു സംശയമില്ല, ഒരു മോഡറേറ്ററായി ഇരിക്കുന്ന ആൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നല്ല മനസ്സിലാക്കണം. മോഡറേറ്ററായി നിന്ന് അവിടെ ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ പൊതു സ്വീകരണമായതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അതൊരു പോയിന്റാണ്. അതല്ലാതെ ഈ പറഞ്ഞതിൽ ഒരു പാളിച്ചയില്ല. അദ്ദേഹത്തെ കൊണ്ടുവന്നത് പൊതു സ്വീകരണമായതുകൊണ്ട് ഈ പറഞ്ഞ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വന്ന വിവാദമുണ്ടായ സമയത്ത് അതിൽ നിന്നും കരകയറാൻ വേണ്ടി തന്നെയാണ്. അതിനുശേഷമാണല്ലോ അതിന് മുൻപാണ് പിന്നെ ഈ ആഗോള അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തിന് മോഡറേറ്റ് ആയിട്ട് ഇരുത്തുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയട്ടെ, അതുകൊണ്ടൊന്നല്ല അത് അവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെയും സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു. അതുകൊണ്ടാണ് അതവിടെ നിൽക്കട്ടെ. ഈ ആഗോള അയ്യപ്പ സംഗമം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗംഭീരമാകുന്നുള്ള വിവാദത്തിൽ ഇപ്പോഴും ഇനി നിൽക്കാതിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. സർക്കാരിന്റെ ഭാഗത്തല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ആളുകൾ ചിരിക്കും. ഇനി അത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ആളുകൾ ചിരിക്കും, കോടതി ചിരിക്കും. ഒരു മിനിറ്റ്, എന്റെ പോയിന്റ് പറയട്ടെ. കോടതി പറയുന്നത് വളരെ കൃത്യമാണ്. എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ല? 6 മാസം മുമ്പെങ്കിലും ചെയ്യേണ്ട മുന്നൊരുക്കം അവിടെ ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഏകോപനം ഉണ്ടായിട്ടില്ല, പിഴവ് സംഭവിച്ചു, പരിഹരിക്കാൻ ശ്രമിക്കും, ഒരു 3 ദിവസം തരൂ എന്നാണ്. ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ടെലിഫോണിൽ കിട്ടിയപ്പോൾ 3 ദിവസം തരൂ എന്ന് പറയും. 3 ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാമെന്ന അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ്. ഈ പറയുന്ന പോലീസുകാരുടെ എണ്ണമൊക്കെ കുറവാണ്. അത് പോലീസിന്റെ വീഴ്ചയാണോ? പോലീസുകാർ അത്രയും അവിടെ വിന്യസിക്കാൻ പോലീസുകാരില്ല എന്നൊരു വിഷയമുണ്ട്. അവിടെ നിൽക്കുന്ന പോലീസുകാർ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. 4 പോലീസുകാരെ അവിടെ നിർത്തുമ്പോൾ അവർക്ക് അധിക മണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും കഠിനമായ ജോലിയാണ്. ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുക്കി വിടുകയല്ല, തടഞ്ഞു പിടിച്ചിട്ടാണ്. അവർക്ക് കൈ വേദനിക്കും, അവർ കാല് വേദനിക്കും. ഇനി ഇത്രയും കൂടുതൽ പോലീസുകാരെ കൊണ്ടുവന്നാൽ ആ പോലീസുകാർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ല, ബാത്റൂം സൗകര്യമില്ല. ഈ പറയുന്ന ശൗചാലയങ്ങളിലൊക്കെ പ്രശ്നം അവിടെ നിൽക്കുന്നു, വെള്ളമില്ലാത്ത പ്രശ്നം നിൽക്കുന്നു. ആളുകൾ ഞങ്ങളോട് പോലീസ് മോശമായി പെരുമാറുന്നത് അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അവരങ്ങനെ അത്ര നേരം നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. ആളുകളോട് നന്നായി പെരുമാറുന്നില്ല എന്നുള്ള ബൈറ്റുകൾ നമ്മൾ കണ്ടു. നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? കുഞ്ഞുങ്ങളടക്കം കരയുന്നതാണ്. വൃദ്ധരായ ആളുകളുണ്ട്. ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവാതിരുന്ന ഭാഗ്യം എന്നുള്ളതാണ് കരുതേണ്ടത്. ഉണ്ടാവാതിരുന്നത് ഭാഗ്യം, ഇനി അങ്ങോട്ട് ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ടാണ് കോടതി കഠിന വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിനൊരു പാളിച്ച ഉണ്ടായിരിക്കും. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അവിടെ പൈസ കൊടുക്കാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് കരുണ കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പോലും ചെയ്ത് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അതെ, ദേവസ്വം ബോർഡെങ്കിലും കൊടുക്കണം. അറിയാൻ പറ്റില്ല. എന്നാ പിന്നെ വേണ്ട. എന്നാ പിന്നെ തീർത്ഥാടനം വേണ്ടെന്ന് വെക്കാം. തെരഞ്ഞെടുപ്പുകാരൻ തീർത്ഥാടനം വേണ്ടെന്ന് വെക്കാം. ഒരു മിനിറ്റ്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിശ്ചലമാകണമെന്നല്ല അർത്ഥം. ഒന്നുമല്ല. പുതിയ പ്രഖ്യാപനങ്ങൾ പാടില്ല. സർക്കാരിന്റെ നേട്ടം വിവരിക്കുന്ന കാര്യം പാടില്ല. പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല. നോക്കൂ, അതെന്താന്ന് വെച്ചാൽ നോക്കൂ, യോഗം വിളിക്കാൻ പറഞ്ഞല്ലോ. ഇനി നന്നാവും നോക്കട്ടെ. നന്നാവണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. മോശമാണ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. നന്നാവണം തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ശൗചാലയം പോലും ഇല്ല, അവിടെ അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല എന്നുള്ള വലിയ കഷ്ടമായിട്ട് കാര്യമാണ്. അതേസമയം അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ നല്ലോണം നിർമ്മിക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കും, ശേഷമാണ് ഈ ഷോപ്പിംഗ് പ്ലാനിങ് പാടില്ല. അല്ല, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ഒരു ബാത്റൂം സൗകര്യമാണ് അത് വേണ്ടത്. കഴിഞ്ഞ 10-20 വർഷം നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ കടന്ന അഭിപ്രായങ്ങൾ, പറയുന്ന അഭിപ്രായങ്ങൾ ഭക്തരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരവിടെ കടന്നുപോയി, അവരനുഭവിച്ച കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പ്രതികരണങ്ങളായി കാണുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതിയിൽ നിന്ന് കഠിന വിമർശനം ഉണ്ടായിട്ടുള്ളത്. ആ വിമർശനം ഏറ്റെടുക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാൽ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം വെള്ളിയാഴ്ച എന്ത് മറുപടിയാണ് കോടതിക്ക് നൽകുക എന്ന്. കഠിന വിമർശനമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3, നോ എന്ന് 1. കോടതി തലോടുകയായിരുന്നല്ലേ? കോടതി സത്യസന്ധമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, Meet the editors.